ഹായ്, ഞാൻ അനൂഷ്. വാട്ട് ഇസ് ഇൻ യുവർ മൈൻഡ് വിൽ ഇൻ കം സെർച്ച് ഓഫ് യു. നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും. നമ്മൾ ഈ ടോപ്പിക്കിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മൾ ഇപ്പോൾ അനൂഷ് ശക്തി എന്ന ചാനലിലാണ് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അനൂഷ് ശക്തീസ് പ്രജ്ഞാലയ എന്നൊരു പുതിയ ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നാളിതുവരെ എനിക്ക് ചെയ്തു തന്ന ഈ സഹായ സഹകരണങ്ങൾ ആ ചാനലിലും തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക്, നല്ല നല്ല ആശയങ്ങൾ സ്വീകരിക്കുവാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനൊക്കെ ആ മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നു വരാം. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അല്ലേ? വേറൊന്നുമല്ല, അതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളുടെയും വിശ്വാസങ്ങളുടെയും വൈകാരികതകളുടെയും അടിസ്ഥാനത്തിലുള്ള ഓരോ തരത്തിലുള്ള വൈബ്രേഷൻസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളാണ് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു കൂട്ടം പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി എവിടെ പോയാലും അയാളെ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അതിനാദ്യം നമ്മൾ എന്താണ് വേണ്ടത്? മറ്റൊന്നുമല്ല, നമ്മളിലേക്ക് വരുന്ന വ്യക്തികൾ, വസ്തുക്കൾ, സാഹചര്യങ്ങൾ, അവസ്ഥകൾ ഇവയൊക്കെ പഠിക്കുകയാണെങ്കിൽ, ഇവയൊക്കെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെ ഹോണ്ട് ചെയ്യുന്ന, നമ്മളെ പിന്തുടരുന്ന ആ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന, ആക്ച്വലി ഞാൻ പ്രശ്നങ്ങൾ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ആ ചിന്തകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ പറഞ്ഞ 4 ഘടകങ്ങളെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സാഹചര്യങ്ങളെ കണ്ടുപിടിക്കുന്നതിനും അതിനെ ക്ലിയർ ചെയ്തിട്ട് നമ്മുടെ മനസ്സിനെ ക്ലെൻസ് ചെയ്യുന്നതിനും, ശാന്തമാക്കുന്നതിനും ശൂന്യമാക്കുന്നതിനും ശുദ്ധമാക്കുന്നതിനും വഴി ശാക്തീകരിക്കുന്നതിന് ഒരു 23 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങൾക്കതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി 5-ാം തീയതിയിൽ ഒരു ബാച്ച് വീണ്ടും ആരംഭിക്കുകയാണ്. ഈ നമ്പറിൽ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ലഭിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ നമ്മളിലേക്ക് വരുന്നവയെ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ 5 സുഹൃത്തുക്കളെ എനിക്ക് പരിചയപ്പെടുത്തൂ, നിങ്ങൾ എന്താണ് എന്ന് ഞാൻ പറയാം. നിങ്ങൾ വായിക്കുന്ന 5 പുസ്തകങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തൂ, നിങ്ങൾ എന്താണ് എന്ന് എനിക്ക് പറയാം. അപ്പം ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളെ തേടി വരുന്ന വ്യക്തികൾ, വസ്തുക്കൾ, സാഹചര്യങ്ങൾ, അവസ്ഥകൾ എന്നിവയെ നമ്മൾ അനലൈസ് ചെയ്താൽ തന്നെ നമ്മൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ചിന്തകൾ എന്താണ്, വിശ്വാസങ്ങൾ എന്താണ്, മനോഭാവങ്ങൾ എന്താണ്, വൈകാരികതകൾ എന്താണ്, പെർസെപ്ഷൻ എന്താണ്, ഇന്റൻഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയില്ലേ. അപ്പം നാം എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കവിടെ കറക്ഷൻ വരുത്താൻ സാധിക്കും. ഒരു നോട്ട് ബുക്ക് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞു പോയ പേജുകൾ ഒന്നും കൂടെ ഒന്ന് മറിച്ച് നോക്കിയാൽ, പാസ്റ്റ് ഒന്ന് മറിച്ച് നോക്കിയാൽ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ പ്രസന്റ് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രസന്റ് നോക്കിയാൽ തന്നെ നിങ്ങളുടെ പാസ്റ്റ് എന്തുകൊണ്ട് ഈ പ്രസന്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രസന്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മളുടെ ഏകദേശം ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ല ആശയങ്ങൾക്ക് വേണ്ടി അനൂഷ് ശക്തീസ് പ്രജ്ഞാലയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അനൂഷ് ശക്തി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ആശയമായിട്ട് വീണ്ടും കാണാം.